യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നിൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും രോഗങ്ങളിലും നിൻ്റെ കണ്ണുനീരിലും മറികടന്നു പോകാൻ പറ്റാത്ത ഒരു ദൈവത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 38-ാമത്തെ അധ്യായം വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ഹെസക്കിയ എന്ന് പറയുന്ന ഒരു രാജാവ് അവൻ രോഗിയാവുകയും മരണത്തോട് അടുക്കുകയും ചെയ്യുകയാണ്. ആമോസിൻ്റെ പുത്രനായ യെശയ്യാ പ്രവാചകനോട് ദൈവം പ്രകാരം ഹെസക്കിയോട് പറയുവാൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ പോയി ഹെസക്കിയോട് പറയുക, നിൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക, നീ മരിച്ചു പോകും, നീ സുഖം പ്രാപിക്കുകയില്ല. ഇത് കേട്ട മാത്രയിൽ ഹെസക്കിയ ചുവരിനു നേരെ തിരിഞ്ഞ് കണ്ണുനീരോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവൻ്റെ കണ്ണുനീർ കണങ്ങൾ കണ്ട ദൈവം ആമോസിൻ്റെ പുത്രനായ യെശയ്യാ പ്രവാചകനോട് പറയുന്നുണ്ട്, നീ പോയി ഹെസക്കിയോട് പറയുക, നിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടു, നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിൻ്റെ ആയുസ് 15 വർഷം കൂടെ ഞാൻ നീട്ടിയിരിക്കുന്നു എന്ന്. പലപ്പോഴും നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കില്ല, ഞാൻ ചോദിച്ചാൽ തരില്ല, എൻ്റെ പ്രാർത്ഥനയിൽ പലപ്പോഴും പുറംതിരിഞ്ഞിരിക്കുന്നവനാണ് ദൈവം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളിലും എൻ്റെ പ്രയാസങ്ങളും കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു ദൈവത്തെയാണ് പലപ്പോഴും നമ്മൾ കാണുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിൻ്റെ കണ്ണുനീരിനെ മറികടന്നു പോകാൻ നമ്മുടെ കർത്താവിന് കഴിയില്ല. അതുകൊണ്ട് നീ കണ്ണുനീർ വാർത്ത് കരഞ്ഞാൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിലേക്ക് ഇറങ്ങി വന്ന് നിൻ്റെ മുറിവുകൾ വച്ചുകെട്ടി നിൻ്റെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പരിഹാരം നൽകുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നീ ഒറ്റയ്ക്കാണെന്ന് നീ ചിന്തിക്കരുത്. നീ വേദനിക്കുമ്പോൾ, നീ തളർന്നു പോകുമ്പോൾ നിൻ്റെ തളർച്ചയിൽ കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു ദൈവമാണെന്ന് നീ ചിന്തിക്കരുത്. നിൻ്റെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളും ഇറങ്ങി വന്ന് നിൻ്റെ ഭാരങ്ങളെല്ലാം ഏറ്റെടുക്കുവാൻ തയ്യാറായ ഒരു ദൈവത്തെയാണ് ഇന്നത്തെ ഈ വായന ഭാഗം വ്യക്തമാക്കുക. അതിനാൽ ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ദൈവത്തെ മുറുകെ പിടിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, രോഗബാധിതനായി കണ്ണുനീരോടുകൂടെ നിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച ഹെസക്കിയയ്ക്ക് 15 വർഷം കൂടെ ആയുസ് നീട്ടിക്കൊടുത്ത നല്ല ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും ദുഃഖങ്ങളിലും ഞാൻ തളരുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുകയും എന്നെ സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ. ആമേൻ. ഈ ദിനത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും സ്നേഹത്തോടെ ഏവർക്കും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.